ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശിലാ മ്യൂസിയത്തിൽ പോവുകയാണ്. അടൂരുള്ള ശിലാ സന്തോഷം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതിയിൽ തന്നെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ ആയിരക്കണക്കിന് പുരാവസ്തുവായിട്ടുള്ള അതായത് നാണയങ്ങളെ, അതുപോലെ ആയുധങ്ങളെ, പിന്നെ നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല വസ്തുക്കളും മ്യൂസിയത്തിൽ കാണാൻ പറ്റും. അവിടെ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഞാൻ ശിലാ മ്യൂസിയത്തിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ശിലാ മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടൂരിൽ നിന്ന് തൊഴിയൂർ, അവിടെയാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതായത് ശിലാ സന്തോഷ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നു, പുറത്തെവിടെ പോയിരിക്കുന്നു. ഞാൻ മ്യൂസിയത്തിൽ കയറി എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തിരിച്ചിറങ്ങിയപ്പോഴാണ് അദ്ദേഹം വന്നത്. അതുവരെ എന്നോടൊപ്പം ഗൈഡായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ റിലേഷനിൽപ്പെട്ട ഒരു കുട്ടിയാണ്. പേര് ഞാൻ ഓർക്കുന്നില്ല, പേര് മറന്നുപോയി. പേര് പറഞ്ഞായിരുന്നു, മറന്നുപോയി. ഇതാണ് സന്തോഷേട്ടൻ്റെ വീട് തന്നെയാണ്. ഇവിടെ തന്നെയാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹമാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്. മ്യൂസിയത്തിലെ കാഴ്ചകളിലേക്ക് കിടക്കുന്നതിനായിട്ട് മുമ്പായി മ്യൂസിയത്തെ സന്തോഷേട്ടൻ കൂടുതലായി പരിചയപ്പെടുത്തുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. നമ്മുടെ ശിലാ മ്യൂസിയം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ അടൂര് തുവയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫ്രീ ആയിട്ട് നടത്തൊരു സ്ഥാപനമാണ്. ഏകദേശം ഒരു 1600ഓളം ഔഷധച്ചെടി, 4000ഓളം പുരാവസ്തു, അതുപോലെ 2000ഓളം പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈറ്റാനിക് പറഞ്ഞ ആ ഒരു കാലഘട്ടം 1890 തൊട്ടുള്ള പത്രങ്ങളുണ്ട്. പിന്നെ ക്യാമറ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ക്യാമറ ഒരു 250ഓളം ക്യാമറകളുണ്ട്. ക്യാമറ കണ്ടുപിടിച്ച ആരാന്നുള്ളതും അല്ലെങ്കിൽ പല സംഭവങ്ങളും കണ്ടുപിടിച്ച ആരാന്നുള്ളതും നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ എത്തിയാൽ കാണാൻ പറ്റും. രാവിലെ ഒരു 8 മണി തൊട്ട് വൈകിട്ട് ഒരു 6 മണി വരെയാണ് നമ്മുടെ ഈ മ്യൂസിയം. വരുന്നവരുടെ ഇന്ന് ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. സ്കൂളും കോളേജും ഒക്കെ പങ്കെടുക്കുന്നതാണ്. റിസർച്ച് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും, അതായത് ചെടികളെക്കുറിച്ച് പഠിക്കാനുള്ളവരാണെങ്കിലും, പത്രങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളവർ, ഏത് രീതിയിൽ പഠിക്കുന്നവർക്കാണെങ്കിലും ഇവിടെ വന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ നോട്ടൊക്കെ കറക്റ്റ് ചെയ്ത് പോകുന്നവർക്ക് അങ്ങനെ പോകാൻ പറ്റും. പിന്നെ അവർ ഇഷ്ടമുള്ള സമയം വരെ നിന്ന് കാണാനുള്ളൊരു അവസരവും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. നേരെ ശിലാ മ്യൂസിയം എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും. പിന്നെ ഒത്തിരി ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 1600ഓളം ഔഷധച്ചെടിയുണ്ട്. അത് വളരെ പലതും റെയർ ആയിട്ടുള്ളതുണ്ട്, കോമൺ ആയിട്ട് നമ്മൾ കാണാവുന്നതുണ്ട്. പക്ഷെ നാട്ടിൽ നിന്നിപ്പം നമ്മുടെ ഈ ഔഷധച്ചെടികളും മരങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിതൊരു വീണ്ടും കുട്ടികൾക്ക് മനസ്സിലാവാനും മുതിർന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു രീതിയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്കുകളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ആർട്ട് വർക്കുകളാണ്. അതിനകത്ത് കിണർ പോലുള്ള ഒരു 27ഓളം മോഡൽ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കിണറിൻ്റെ. പിന്നെ ഇതുപോലുള്ള പല പല വർക്കുകൾ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നേരെ ഒരു 24 വർഷത്തോളം അത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ കാണുന്ന ഒരു ചെടി തന്നെ, ഇത് ഷിംഷിമ എന്ന് പറഞ്ഞൊരു വൃക്ഷമാണ്. സീതാദേവി ഇരുന്നെന്ന് പറയുന്ന അശോകവനത്തിൽ, ഇത് ശ്രീലങ്കയുടെ ഒരു ചെടിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഏറ്റവും റെയറായിട്ടുള്ളതുമായിട്ട് ഉള്ള ഇപ്പം പാണ്ഡവത്തിരി, അതുപോലെ ഈ വള്ളിയായിട്ടുള്ളത് നാഗവള്ളി എന്ന് പറഞ്ഞാണ്. ഇങ്ങനെയുള്ള ചെടികളും മരങ്ങളും ഇവിടെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. ഈ മ്യൂസിയം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒരു 14-15 വർഷമായി മ്യൂസിയമായിട്ട് ഒഫീഷ്യലായിട്ട് ആയിട്ട്. അപ്പോൾ അത്രയും വർഷം കൊണ്ട് ഇപ്പം ഇന്ത്യക്ക് വെളിയിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്, കേരളത്തിന് വെളിയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കുട്ടികളും മുതിർന്നവരും വരുന്നുണ്ട്. വലിയ കളക്ഷനാണ് ഉള്ളത്. പിന്നെ നമ്മുടേതായിട്ടുള്ള കുറേ പ്രോഡക്റ്റുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഹെയർ ഓയിലായാലും സോപ്പായാലും, അതുപോലെ മൾട്ടിഗ്രെയിൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്, നമുക്ക് ഈ PCOD പ്രശ്നങ്ങൾ ഇപ്പം കുട്ടികൾക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊക്കെയുള്ള പ്രോഡക്റ്റായിട്ട് നമ്മുടെ കമ്പനി തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ വന്ന് കണ്ടപ്പോൾ ഒത്തിരി നാണയങ്ങളൊക്കെ നമ്മൾ കാണാത്ത ഐറ്റം ഒത്തിരി ഉണ്ട്. ഏകദേശം 250 കൂടുതൽ രാജ്യങ്ങൾ, 196 രാജ്യമാണ് അംഗീകരിച്ചത്. ഇന്ത്യ തന്നെ ഒരു 4-5 രാജ്യം ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചൊരു 290-300ഓളം രാജ്യങ്ങളുടെ നാണയങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, നോട്ടുകളുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത നാണയങ്ങളും നോട്ടുകളും ഒക്കെ ആയിട്ടുള്ള കളക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് പ്രൊജക്ടർ, ഇത് പ്രൊജക്ടിങ്, ഇത് TV സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. അതെ. പിന്നെ ഇതെന്താ? അത് തന്നെ ഇത് ചെയ്യുന്ന പ്രൊജക്ടറാണ്.
ഇതും അതുപോലെ ഇത് മ്യൂസിക് ഒരു ഡിസ്കിറ്റ് ആ മ്യൂസിക് പണ്ടത്തെ പ്രൊജക്ടർ. ഇത് ഫോട്ടോ ആയിട്ട് കാണിക്കുന്നത്. പണ്ടത്തെ ക്യാമറ ക്യാമറ അല്ല ഇത്. ഇത് ഇതുപോലെ പ്രൊജക്റ്റിംഗ് പോലെ ഉണ്ടായിരുന്നു. ഇത് കാൽക്കുലേറ്റർ. ഇതോ? അല്ല ഇത് ഇത് പണ്ടത്തെ കാൽക്കുലേറ്റർ. ആ ബാക്കിയെല്ലാം റേഡിയോ ഇങ്ങോട്ട്. ഇതെല്ലാം പഴയ റേഡിയോസ്. വാൽവ് റേഡിയോ അല്ലേ? ഇതൊരു ഏകദേശം 90-കളിലൊക്കെ ഉണ്ടായിരുന്ന. ഇത് TV, പഴയ TV അല്ലേ? ഇതെല്ലാം ചൈനയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഇത് മിനി കാസറ്റ് റെക്കോർഡർ അല്ലേ? ഇത് പിന്നെ വിളക്കുകൾ, പണ്ടത്തെ മണ്ണെണ്ണ വിളക്കുകളൊക്കെ അല്ലേ? ഇത് 5 വാലുള്ള. ഇതിന് വേറൊരു പേര് കർക്കരിക്കുടം എന്ന് പറയത്തില്ലേ? അത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ കിണ്ടിയുടെ പ്രത്യേകത ഇതുവഴി വെള്ളം ഒഴിച്ചാൽ തിരിച്ച് കമത്തി കഴിഞ്ഞ് ഇതുവഴി വരത്തില്ല. ഇതുവഴി മാത്രം വരത്തുള്ളൂ. അകത്തുള്ള വർക്കിംഗ് ഉണ്ട് അതിൽ. വെള്ളം അകത്ത് ചെല്ലുന്ന വെള്ളം തിരിച്ചു വരത്തില്ല. അപ്പുറത്തും ഇതുപോലെ ഇത് ഞാൻ ഒരു വീഡിയോക്കകത്ത് കണ്ടു. കമത്തിയാൽ തിരിച്ച് വെള്ളം വരത്തില്ല. വിളക്കുകൾ പിച്ചളപ്പാത്രം അല്ലേ? കൈകൊണ്ട് നിർമ്മിച്ചേ പഴയ ഓട്ടുപാത്രങ്ങളല്ലേ? ഇത് പൈസ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പൈസ ആയിട്ട് ഇത് മറ്റേ കറക്കുന്ന ടൈപ്പ് ഫോണല്ലേ? ഇത് അതും പൈസ ഇട്ട് യൂസ് ചെയ്യുന്ന. റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം കാണാം. ഇത് പണ്ട് കാലത്തെ എല്ലാം അത് കറക്കുന്ന ടൈപ്പാണ്. ഇതും വിളക്കുകൾ, മണ്ണെണ്ണ വിളക്കുകളാണ്. ഇതെന്തോ പ്രത്യേകത? ഇതെന്തോ? ഇത് മറ്റേ പിന്നെ ഓട് പാത്രങ്ങൾ അല്ല, ഇത് ഓട് കലമല്ലേ? ഇത് പ്ലേറ്റ് അല്ലേ? ഭരണി അല്ലേ? പാലിനും നെയ്ക്കുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭരണി അല്ലേ ഇത്? ഗ്ലാസ് ഓടല്ലേ? ഗ്ലാസ് കൊണ്ടുള്ള ഓട്. ഇത് പുതിയതായിട്ട് ഇറങ്ങുന്നതാണോ അതോ നേരത്തെ ഉണ്ടോ? അത് റൂമിലേക്ക് വെട്ടം കിട്ടാൻ വേണ്ടി ഗ്ലാസ് വെക്കുന്നതിന് പകരം ഈ ഗ്ലാസ് ഓട് ജർമ്മനിയുടെ നിർമ്മാണം അല്ലേ? സാധാരണ ഒരു ഓട് മാറ്റിയിട്ട് അവിടെ ഗ്ലാസ് അല്ലാതെ വെക്കും വെട്ടം അകത്തോട്ട് കയറാൻ വേണ്ടി. അതിന് പകരമായിട്ട് ഓടായിട്ട് ഗ്ലാസ്. ഇതെന്തോ? ജഗ്. ഓട് കൊണ്ടും സ്റ്റീൽ കൊണ്ടും കൈകൊണ്ട് നിർമ്മിച്ച ടിഫിൻ കാരിയർ അല്ലേ? മറ്റേ ഓട് കൊണ്ടുള്ള
ഇത് കുതിരവിളക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് വലുതായിട്ടൊന്നുമില്ല. ഇതിങ്ങനെ ഒറ്റ തടിയിൽ ഇങ്ങനെ പണിഞ്ഞെടുത്തത് ഇതിങ്ങനെ താമരവിളക്ക്. താമരവിളക്ക് അത് ഇങ്ങനെ വികസിക്കുകയും തിരിച്ചടച്ച് അടയുകയും ചെയ്യും. ഒറ്റത്തടിയാണല്ലേ. ഇതെന്താ സാധനം? അതെന്താ അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. പെട്രോമാക്സ്. പണ്ട് കാലത്തെ പെട്രോമാക്സ് ആണെന്ന് തോന്നുന്നല്ലേ. കൈകൊണ്ട് നിർമ്മിച്ച ചായയൊക്കെ ഇറ്റില്ലേ, ഇത് പിച്ചള. ഇത് ഇത് പെട്രോമാക്സ്. ലാമ്പ് ഇതെന്തുവാ? അത് ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനം. പാത്രം വെച്ച് ഇങ്ങനെ വെച്ച് ചെയ്താൽ മതി അല്ലേ, അല്ലാതെ കൈ കൊണ്ട് ഇളക്കുക ഒന്നുമില്ല. അതിനകത്തോട്ട് അത് ഇടിയപ്പത്തിന് മാവ് റൗണ്ടി വരും. അത് കണ്ടിട്ടുണ്ട്. കൈകൊണ്ട് നിർമ്മിച്ച ആഭരണപ്പെട്ടി പിച്ചള. ഇത് ആദ്യകാലത്ത് ഇത് മണ്ണെണ്ണ സ്റ്റവ്. ഇതെല്ലാം മണ്ണെണ്ണ സ്റ്റൗവിൻ്റെ പല വെറൈറ്റികളല്ലേ. ഇത് ഇത് അത് മണ്ണെണ്ണ വെച്ച് പമ്പ് ചെയ്യും. പമ്പ് ചെയ്തിട്ട് ഗ്യാസ് ഇതെന്താ പറ്റിയ? ഇതിൻ്റെ പേര് തൂണി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് എന്തുപയോഗത്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? പഴയ കാലത്ത് അത് വേറെ അല്ലേ. ഇതെല്ലാം പറ ഐറ്റംസ് അല്ലേ. പറ, ചങ്ങഴി, നാഴി. ഇത് തൊടല്ലേ അതിൻ്റെ കൂട്ടത്തിരിക്കുന്നത്? ഇതെന്ത് കാറ്റാവിക്കെന്ന് പറഞ്ഞാൽ അതോ? അത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന സാധനമല്ലേ, മുള്ളുള്ള സാധനമല്ലേ. ഇതെന്താ? കിളക്കാൻ ഉപയോഗിക്കുന്ന മൺവെട്ടി. ഇത് ടൈപ്പ് റൈറ്റർ ആദ്യത്തെ. ഇതും ടൈപ്പ് റൈറ്റർ. മറ്റേ പഴയ കാലത്ത് ടേപ്പ് റെക്കോർഡർ അല്ലേ. ഇത് ഇഡലി. ഇത് കോളാമ്പി അല്ലേ, തുപ്പൽ കോളാമ്പി. ഇത് പരിച അല്ലേ, വാൾ. ഇതും പ്രൊജക്ടറാണോ?
ചായക്കോപ്പ് അല്ലേ പണ്ട് കാലത്തെ? തടി കൊണ്ടുള്ള ആഭരണപ്പെട്ടി അല്ലേ? ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ച ഇതല്ലേ, ഇരുമ്പിന് ഇപ്പോഴത്തെ ത്രാസിന് ഉപയോഗിക്കുന്ന അത്ര കട്ടി, അത്ര ഇത് മറ്റേ ശ്രുതി പെട്ടി അല്ലേ, ശ്രുതി ബോക്സ്, പഴയ പഴയ മോഡലല്ലേ? നിലന്തല്ലി, മെതിയടി, കമണ്ഡലം. ആഭരണപ്പെട്ടിയാണ്. ബേക്കറിയിലെ കൗണ്ടറിന് മുകളിലെ മിഠായി ഭരണി. ഇതാണ് ബേക്കറി ഇത്. അത് തന്നെ. ഇതെന്താ പ്രത്യേകത? എൻ്റെ അലങ്കരിച്ച കെറ്റില് അതേതാ? ലോഹം കൊണ്ട് നിർമ്മിച്ച കമ്പിളി മുതഞ്ഞ് റോഡ് അളക്കുന്ന ഉപകരണമല്ലേ ഇത്? പഴയ അമൂൽ പൊടിയുടെ പാത്രങ്ങളല്ലേ? പഴയ സിഗരറ്റ് പെട്ടി അതേതാ? ഇതാ. ഒരു സിഗരറ്റ് വെച്ചിട്ട് വിൽക്കുമ്പോൾ ഓരോന്നായിട്ട്. അങ്ങനെ ആയിരുന്നല്ലേ. ഇതെന്താ? ലാമ്പ്. മണ്ണെണ്ണ. ആ, അതൊന്ന് അനക്കി കാണിക്കാം. ആ, മണ്ണെണ്ണ തേപ്പ് പെട്ടി. മണ്ണെണ്ണ തേപ്പെട്ടി. ഇത് സ്റ്റെതസ്കോപ്പ്, ഹാർട്ട് ബീറ്റ് അറിയാം. പണ്ടത്തെ ഇത് വെച്ച് ഹാർട്ട് ബീറ്റ് അറിയാം. വെറ്റില ചെല്ലം. തേപ്പ്, ഇതും തേപ്പ് പെട്ടിയല്ലേ? അത് കനലിട്ട് യൂസ് ചെയ്യാം. 19-ാം നൂറ്റാണ്ടിലെ കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ചത്. ഇതെന്താ? ഇതെന്തോ? അത് ജസ്റ്റ് അതിൻ്റെ ബാലൻസ് വെക്കുക. ഓ, അങ്ങനത്തെ ബാലൻസിങ്. ആദ്യത്തെ ഇലക്ഷൻ ബോക്സ് അല്ലേ, 1951 അല്ലേ? പോർച്ചുഗീസ് ബെല്ല്. ഇത് ഇന്ത്യയുടെ റേഡിയോ ആണോ അതോ?
ഇതും പ്രൊജക്ടറാണോ? പഴയകാല തവിട് പളുങ്ക് ചായക്കോപ്പ. ഇത് പഴയ ഭരണിയല്ലേ? ഇതല്ലേ മൈക്കല്ലേ? പണ്ടത്തെ മൈക്ക്. ഇതൊക്കെ എന്തത്തിൻ്റെ ഈ ട്രോഫികളൊക്കെ? അത് ഓരോ സിനിമയ്ക്കൊക്കെ ഓരോ അവാർഡൊക്കെ കൊടുത്ത് അങ്ങനെ കിട്ടിയത്, അതിൻ്റെയൊക്കെ കളക്ഷൻസ് അല്ലേ? ഇത് റേഡിയോസ്. ഇത് ത്രാസിൻ്റെ അതോ? അവാർഡ്. ഇതെന്താ സാധനം? ഇത് ടൈപ്പ് റൈറ്റർ അല്ലേ? വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, അണ്ണനെ യൂസ് ചെയ്യുന്ന ഹെഡ്ലൈറ്റ്. ഇത് അതെ, ടെലിഗ്രാഫ്. ഇതാണ് മണ്ണെണ്ണ കൊണ്ട് യൂസ് ചെയ്യുന്ന ഹെഡ്ലൈറ്റ്. ഇത് രണ്ടും അതാണോ? ഇതൊക്കെ എന്താ? ഇതും ത്രാസ് അല്ലേ? ഇതെന്താ സാധനം? സ്വർണ്ണം തൂക്കുന്ന ത്രാസ്. ഇത് അതറിയാം. ഇത് ടൈപ്പ് റൈറ്റർ. ഇത് മൈക്രോഫോൺ. ഇത് ആയുധങ്ങളാണ് പഴയ. ഇതെന്തോ വടിവാളാണ്? കത്തിയ. ഇതെന്താ സാധനം? ഇലക്ട്രിക് സ്റ്റൗ. ആദ്യകാലത്ത് ഇതിപ്പോ ഇതല്ലേ ഇറക്കാം മേളിലോട്ട്. ഒന്നുകൂടെ കാണിച്ചേ. ഇതൊക്കെ പിക്ചേഴ്സാണ്, ഫേമസ് പിക്ചേഴ്സാണ്. ഇത് നമ്മുടെ രവിവർമ്മ പിക്ചർ അല്ലേ? ലോകത്തിലെ ഏറ്റവും മൂർച്ചയേറിയ
ഇവിടെ എല്ലാ കറൻസികളുടെ ഒരു ശേഖരമുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ കറൻസിയാണ്. പിന്നെ പഴയ പത്രങ്ങൾ, പഴയ കാലത്തെ പത്രങ്ങൾ, വാർത്തകളും ഒക്കെ ഉള്ള. ഇത് എന്തതിനും പോർച്ചുഗീസ് ടോക്കൺ അതെന്തത്തിൻ്റെ ഇത്? അത് ലോകത്തിലെ ഏറ്റവും വലിയ നാണയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാണയം പോർച്ചുഗീസ് ടോക്കൺ. ഇതിലെ ഏറ്റവും ചെറിയ പത്രം. ആയിരത്തി 1923 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ലൈസൻസാണ്, ഡ്രൈവിംഗ് ലൈസൻസാണിത്. തിരുവിതാംകൂർ ചില്ലറയായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാണയം. ത്രേകാശ്. മൊറാർജി ദേശായിയുടെ കാലത്ത് നിർത്തലാക്കിയ 1000 നോട്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിലെ ബ്രിട്ടീഷ് മിലിറ്ററി കറൻസികൾ. ഇത് പഴയ കാലത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്, അതിൻ്റെ ഒരു കളക്ഷനാണ്. മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ഖണ്ഡകാവ്യമാണ് നളിനി. 1911 കൃതി. രചിച്ചത് കുമാരനാശാൻ. അതിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പതിപ്പാണിത്. സൈക്കിൾ റിക്ഷയുടെ ലൈസൻസ് മലബാറിലെ. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അവസാനമായിരുന്നു സസാനിയൻ സാമ്രാജ്യത്തിൻ്റെ കോയിൻ. ഇത് പണ്ടത്തെ കത്തിയാണ്. രത്നങ്ങളൊക്കെ പതിപ്പിച്ച് അതിൻ്റെ കത്തിയിടുന്ന ഉറയ്ക്ക് രത്നങ്ങളൊക്കെ പതിപ്പിച്ച കത്തിയാണ്. തിരുവിതാംകൂറിൻ്റെ കത്തിയാണ്. 12 രത്നങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. ഈ 6 റൂബിയും അത് 6 റൂബി അത് ഒരു രത്ന ഇനത്തിൽപ്പെട്ടതാണ്. സതേൺ റെയിൽവേയുടെ ഒരെണ്ണയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റാണ് പണ്ടത്തെ.
ബോബനും മോളിയുടെ ആദ്യത്തെ പതിപ്പ് ഇത്. വില 1 രൂപയായിരുന്നു അന്നത്തെ. ഇന്ത്യ ബർമ നോട്ട് 1943 ഇന്ത്യ ബർമ നോട്ടാണിത്. ഗാന്ധിജിയുടെ ആദ്യത്തെ വിദേശ സ്റ്റാമ്പാണ്. ഗാന്ധിജിയുടെ സ്റ്റാമ്പ് ഇറക്കുന്നത് ആദ്യമായി ഇറക്കിയത് അമേരിക്കയാണ്. 1961 ജനുവരി 26 ഈ സ്റ്റാമ്പ് ഇറങ്ങുന്നത്. ഇന്ത്യൻ പോസ്റ്റ് കാർഡ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പോസ്റ്റ് കാർഡ് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ പോസ്റ്റ് കാർഡ്. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ പോസ്റ്റ് കാർഡ്. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ പോസ്റ്റ് കാർഡ് സ്റ്റാമ്പും. മുള കൊണ്ട് നിർമ്മിച്ച സ്റ്റാമ്പ്. തൈവാനാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. യൂണിയൻ്റെ എംബ്ലം പത്തനംതിട്ടയിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ലോകത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന നാണയം. ഇത് ലൈബീരിയ എന്ന രാജ്യം പുറത്താക്കിയതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ കണ്ണാടി ആറന്മുള കണ്ണാടിയാണ്. ഏറ്റവും ചെറിയ ആറന്മുള കണ്ണാടി. മുരുകൻ ആറന്മുളയാണ് ഈ കണ്ണാടി ചെയ്തത്. 10 ലക്ഷം കോടിയുടെ ഒറ്റ നോട്ടാണ് ഇത്. സിംബാബ്വെ 2008 പുറത്തിറക്കിയതാണ് ഈ നോട്ട്. $10 ലക്ഷം കോടി. ആയിരത്തി 1956 ക്വാറന്റൈൻ സർട്ടിഫിക്കറ്റ്. തിരുവിതാംകൂർ ബാങ്ക് ടോക്കണാ. ബാങ്കിൻ്റെ ടോക്കൺ. ഉപയോഗിക്കുന്ന ടോക്കൺ കോയിൻ. ഇത്
2 ചക്രം സിൽവറിൻ്റെ 2 ചക്രമാണ്. റാണി ലക്ഷ്മിഭായ്, റാണി സേതു ലക്ഷ്മിഭായ് ആണ് ഇത് ഇറക്കിയത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ ചാനലിനെ നല്ലൊരു സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഇങ്ങനെയുള്ള കുറേ നല്ല വീഡിയോസ് ഒക്കെ വരും, അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക.